ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈൽ ക്യാപ്പിനെ കുറിച്ചാണ്. പൈൽ ക്യാപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിലായി പഠിക്കുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാനലാണിത്. എല്ലാ ആഴ്ചയും റെഗുലറായി വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അതേമാതിരി പൈൽ ക്യാപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പൈൽ ക്യാപ്പിൻ്റെ കാൽക്കുലേഷൻ പഠിക്കുന്നുണ്ട്. അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അതും റെക്റ്റാങ്കിൾ പൈൽ ക്യാപ്പിൻ്റെയും ട്രപ്പീസോയിഡൽ പൈൽ ക്യാപ്പിൻ്റെയും വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും എല്ലാവരും കാണുക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, രണ്ട് തരം ഫൗണ്ടേഷനാണുള്ളത്. ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ. അതിൽ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ആഴം കുറഞ്ഞ ഫൗണ്ടേഷൻ ആയിരിക്കും. ഷാലോ ഫൗണ്ടേഷൻ്റെ ലോഡ് ആഴം കുറഞ്ഞ ഒരു സ്ഥലത്തേക്കായിരിക്കും അതിൻ്റെ ലോഡ് പാസ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ ഷാലോ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കോമണായി ചെയ്യുന്ന ഫൂട്ടിംഗ് ഒരു ഷാലോ ഫൗണ്ടേഷനാണ്. ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഓർ ഐസൊലേറ്റിംഗ് ഫൂട്ടിംഗ്, കോമ്പൈൻ ഫൂട്ടിംഗ്, സ്റ്റിറപ്പ് ഫൗണ്ടേഷൻ, റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. അതിൽപ്പെട്ട ഒരു 4 എക്സാമ്പിൾ മാത്രമാണിത്. ഒരുപാടെണ്ണമുണ്ട്. ഡീപ്പ് ഫൗണ്ടേഷനിലാണ് പൈൽ ഫൗണ്ടേഷൻ വരുന്നത്. പൈൽ ഫൗണ്ടേഷനിൽ ഫ്രിക്ഷൻ പൈല്, എൻ ബിയറിംഗ് പൈല്, ഫ്രിക്ഷൻ കം ബിയറിംഗ് പൈല്. ഫ്രിക്ഷൻ പൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോഡ് എടുക്കുന്നത് അതിൻ്റെ അടുത്തുള്ള മണ്ണായിരിക്കും. ആ പൈലിന് വളരെ ആഴം കൂടുതലായിരിക്കും. എൻ ബിയറിംഗ് പൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോഡ് എടുക്കുന്നത് അതിൻ്റെ ഏറ്റവും അടിയത്തെ ഹാർഡ് റോക്കോ ഹാർഡ് സ്ട്രാറ്റോ ആയിരിക്കും. ഫ്രിക്ഷൻ കം ബിയറിംഗ് പൈൽ എന്ന് പറഞ്ഞാൽ അത് രണ്ടും പാടെ കോമ്പൈൻ ചെയ്തിട്ടുള്ള പൈൽ. അതായത് ഹാർഡ് റോക്കും ലോഡ് എടുക്കും, അതേമാതിരി അതിൻ്റെ അടുത്തുള്ള മണ്ണ് ഫ്രിക്ഷനും ലോഡ് എടുക്കും. വളരെ ആഴം കൂടിയ സ്ഥലത്തേക്ക് അതിൻ്റെ ലോഡിനെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പൈൽ ക്യാപ്പ് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പൈലിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു ബ്ലോക്കിനെയാണ് പൈൽ ക്യാപ്പ് എന്ന് പറയുന്നത്. അത് ഒരു പൈലായിരിക്കാം, 1, 2, 3 പൈലിനെ കൂട്ടി യോജിപ്പിച്ച് ഒരു ക്യാപ്പ് രൂപത്തിലാക്കുന്നതിനും പൈൽ ക്യാപ്പ് എന്ന് പറയും. ഇതാണ് പൈൽ ക്യാപ്പ്. ഇത് ഡബിൾ പൈലിൻ്റെ പൈൽ ക്യാപ്പാണ്. അതിൻ്റെ മുകളിലുള്ളത് അതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ ലോഡാണ്. ഇത് സിംഗിൾ പൈല്, ഇത് ഡബിൾ പൈല്, ഇത് ട്രിപ്പിൾ പൈല്, ഇത് 4 പൈല്, 5, 6 അങ്ങനെ എത്രയും പോകും. ഒരു പൈലും 2 പൈലും 4 പൈലും 5 പൈലും ഒക്കെ നമ്മൾ റെക്റ്റാങ്കുലർ പൈൽ ക്യാപ്പ് വെച്ചാണ് ചെയ്യൽ. ട്രിപ്പിൾ പൈലാണെങ്കിൽ നമ്മൾ ട്രപ്പീസോയിഡൽ പൈൽ ക്യാപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ കാൽക്കുലേഷനും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കുറച്ച് ഫോട്ടോസ് കണ്ട് മനസ്സിലാക്കാം. ഇത് ഡബിൾ പൈൽ ക്യാപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ളത്. പൈൽ ക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ അതായത് അതിന് ചുറ്റുമുള്ള മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കി നമുക്ക് ആവശ്യമുള്ള ഡെപ്തിന് ആ മണ്ണ് ഒഴിവാക്കിയിട്ട് പിന്നെ പൈല് ചിപ്പ് ചെയ്യാണ്. പൈല് ചിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പൈല് പൊട്ടിച്ച് ഒഴിവാക്കുക. നോർമലി 50 സെൻറ്റിമീറ്റർ മുതൽ 2 മീറ്റർ വരെയാണ് പൈല് ചിപ്പ് ചെയ്യാറ്. സൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസമുണ്ടാവും. പൈൽ എന്തിനാണ് ചിപ്പ് ചെയ്യുന്നത് വെച്ചാൽ പൈലിൻ്റെ വേസ്റ്റ് ചളി അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഏറ്റവും കൂടുതലുണ്ടാവുക. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പൈലിൻ്റെ കോൺക്രീറ്റ് മെത്തേഡ് ഏറ്റവും അടിയിൽ നിന്നും കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് ഏറ്റവും മുകളിലേക്ക് എത്തുമ്പം അവസാനിക്കുന്ന ഒരു മെത്തേഡിലാണ് പൈലിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ചളി ഉണ്ടാവുന്നത്
അതിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും. പൈലിൻ്റെ കോൺക്രീറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം പൈലെങ്ങനെ കോൺക്രീറ്റ് ചെയ്തതെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ പറഞ്ഞു തരാവുന്നതാണ്. പൈല് ചിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൈലിൻ്റെ സെൻട്രൽ ലൈനും കോളത്തിൻ്റെ ഔട്ടർ ലൈനും ഒക്കെ മാർക്ക് ചെയ്തിട്ട് പൈലിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നതാണ്. അത് 2 തരം റീഇൻഫോഴ്സ്മെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും അടിയിൽ നമ്മൾ ബോട്ടം മാറ്റ് എന്ന് പറയുന്ന ഒരു പെട്ടി രൂപത്തിൽ കമ്പി കെട്ടും. അതേമാതിരി അതിൻ്റെ മുകളിൽ ടോപ്പ് മാറ്റ്, അതും ബോട്ടം മാറ്റിൻ്റെ രൂപത്തിൽ തന്നെ കമ്പി കെട്ടിയിട്ട് ഒരു ബോക്സ് രൂപത്തിൽ, അത് രണ്ടും പാടെ കൂട്ടിച്ചേർന്നാൽ ഒരു ബോക്സ് രൂപത്തിൽ പൈൽ ക്യാപ്പ് ആവും. നമ്മളതിന് ഷട്ടറിങ് ചെയ്ത് പിന്നെ കോൺക്രീറ്റ് ചെയ്യലാണ്. റെക്റ്റാങ്കുലർ പൈൽ ക്യാപ്പ് ആണെങ്കിലും ട്രപ്പീസോയിഡൽ പൈൽ ക്യാപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു സൈറ്റിത്തെ പൈൽ ക്യാപ്പിൻ്റെ വീഡിയോ കാണാം. ഇതാണ് നമ്മളെ ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ചാനലിൽ. എല്ലാവരും കയറി കണ്ടു നോക്കുക. ഈ സൈറ്റിൽ ഡബിൾ പൈലാണ്. 2 പൈല് ചെയ്തു. എന്നിട്ട് അതിന് ഒറ്റ പൈൽ ക്യാപ്പ് ആക്കിയിട്ട് മുകളിലേക്ക് കമ്പി കണ്ടില്ലേ, അതാണ് അതിൻ്റെ കോളം. അതായത് ആ കോളത്തിൻ്റെ ലോഡ് എടുക്കുന്നത് 2 പൈലാണ്. ഇതാണ് ഡബിൾ പൈലിൻ്റെ പൈൽ ക്യാപ്പ്. ഇനി നമുക്ക് പൈലിൻ്റെ കാൽക്കുലേഷൻ വളരെ ഡീറ്റെയിൽ ആയി പഠിക്കാം. പൈൽ ക്യാപ്പിൻ്റെ കാൽക്കുലേഷൻ, പൈൽ ക്യാപ്പിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മെത്തേഡ് എന്താണ്, എല്ലാം നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് പൈൽ ക്യാപ്പിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. പൈലിൻ്റെ ഔട്ടർ ടു ഔട്ടർ ഡിസ്റ്റൻസ് പ്ലസ്, അതായത് ഇതാണ് പൈലിൻ്റെ ഒരു ഔട്ടർ, അതേമാതിരി ഇതാണ് പൈലിൻ്റെ ഔട്ടർ. ഈ ഡിസ്റ്റൻസ് പ്ലസ് പിന്നെ 15 സെൻറ്റിമീറ്റർ ഒരു സൈഡിലും 15 സെൻറ്റിമീറ്റർ അപ്പുറത്തെ സൈഡിലും, ടോട്ടൽ 30 സെൻറ്റിമീറ്റർ ചെയ്താൽ നമുക്ക് പൈൽ ക്യാപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് കിട്ടും. ഇവിടെ പൈലിൻ്റെ ഔട്ടർ ടു ഔട്ടർ 160 സെൻറ്റിമീറ്റർ ആണ്. അതേ പ്ലസ് നമ്മുടെ 30, അങ്ങനെ ചെയ്യുമ്പോൾ 190 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. അടുത്തത് പൈലിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എങ്ങനെയാണ്. 3 ഇൻറ്റു പൈലിൻ്റെ ഡയ. ഇവിടെ പൈലിൻ്റെ ഡയ 40 സെൻറ്റിമീറ്റർ ആണ്. 40 ഇൻറ്റു 3, അപ്പം 120 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. 3 എങ്ങനെ കിട്ടിയത് എന്ന് വെച്ചാൽ CP 2004A മെത്തേഡ് പ്രകാരം മിനിമം ഡയമീറ്ററേക്കാൾ ഡബിളായിരിക്കണം എൻ ബിയറിംഗ് പൈലിങ്ങിനും. അതേമാതിരി ഫ്രിക്ഷൻ പൈലിന് അത് ത്രിബിളും ആയിരിക്കണം. നമ്മൾ കോമൺ ആയിട്ട് 3 ആണ് എടുക്കാറുള്ളത്. അതാണ് ഒന്നും കൂടി സേഫ്. ഡബിൾ ആകുമ്പം ചിലപ്പോൾ അവിടെ ഇടിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ IS 291111 പാർട്ട് 1A മെത്തേഡ് പ്രകാരം മിനിമം സ്പേസിങ് 2.5 ഇൻറ്റു പൈലിൻ്റെ ഡയമീറ്റർ എത്രയാണോ അതാണ്. ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഇനി വിഡ്ത്ത് ഓഫ് പൈൽ ക്യാപ്പ് 13 സെൻറ്റിമീറ്റർ പ്ലസ് പൈലിൻ്റെ ഡയ എത്രയാണോ അത്ര. ഇവിടെ നമ്മൾ 40 ആണ് എടുത്തത്. അപ്പം 13 പ്ലസ് 40, അപ്പം 17 സെൻറ്റിമീറ്റർ ആണ് പൈൽ ക്യാപ്പിൻ്റെ വിഡ്ത്ത്. അതേമാതിരി പൈലിൻ്റെ ഡെപ്ത്ത്, അതായത് ഹൈറ്റ്, പൈൽ ക്യാപ്പിന് എത്ര ആയം വേണം എന്നുള്ളത് 10 സെൻറ്റിമീറ്റർ പ്ലസ് 2 ഇൻറ്റു പൈലിൻ്റെ ഡയ. അതായത് പൈലിൻ്റെ ഡയ 40 ഇൻറ്റു 2 80 പ്ലസ് 10, അപ്പം 90 സെൻറ്റിമീറ്റർ. ഇത് ഓരോ പൈലിൻ്റെ ഡയക്കനുസരിച്ച് എത്ര ഡെപ്ത്ത് വേണം അതിൻ്റെ പൈൽ ക്യാപ്പ് എന്നാണ്. 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 70, 35 ആണെങ്കിൽ 80. അതേമാതിരി 75 സെൻറ്റിമീറ്റർ ആണ് ഡയ എങ്കിൽ 180 സെൻറ്റിമീറ്റർ അതിൻ്റെ ഡെപ്ത്ത് വേണം അതിൻ്റെ പൈൽ ക്യാപ്പിന്. പൈലിൻ്റെ ഡയ ഇൻറ്റു 2 പ്ലസ് 10 ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും.
ഇനി നമുക്ക് റെക്റ്റാങ്കുലർ പൈൽ ക്യാപ്പിൻ്റെ വോളിയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നോക്കാം. വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്. ലെങ്ത്ത് നമ്മൾ 1.90 മീറ്ററാണ്. അതേമാതിരി വിഡ്ത്ത് 0.70 മീറ്ററാണ്. ഹൈറ്റ് 0.90 മീറ്ററാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1.20 മീറ്റർ ക്യൂബ് കിട്ടും അതിൻ്റെ വോളിയം. ഇത് നമുക്ക് കിട്ടുന്നത് ഡ്രൈ വോളിയത്തിലേക്കാണ്. നമ്മൾ വെറ്റ് വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എത്ര സിമൻറ്റ് ബാഗ് പോകുമെന്ന് നമുക്ക് നോക്കാം. 1.20 ഇൻറ്റു 1.54. 1.54 എന്ന് പറഞ്ഞാൽ ഡ്രൈ വോളിയത്തിൽ നിന്നും വെറ്റ് വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാവും എന്താണ് വെറ്റ് വോളിയം, എന്താണ് ഡ്രൈ വോളിയം എന്ന്. അങ്ങനെ അത് ചെയ്യുമ്പോൾ നമുക്ക് 1.84 മീറ്റർ ക്യൂബാണ് കിട്ടുക. ഇനി നമുക്ക് N15 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിലേക്ക് വോളിയത്തെ കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പം 0.14, അതിനെക്കുറിച്ചും നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും എങ്ങനെയാണ് ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. 0.14 ഇൻറ്റു 1.84, അത് ചെയ്താൽ 0.26 മീറ്റർ ക്യൂബ് കിട്ടും. അത് സിമെൻറ്റിൻ്റെ കെ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 0.26 ഇൻറ്റു 1440, അത് സിമെൻറ്റിൻ്റെ ഡെൻസിറ്റിയാണ്. അങ്ങനെ ചെയ്താൽ എത്ര കിലോ ആണ് ഉള്ളത് നമുക്ക് കിട്ടും. 374 കിലോ. ഒരു സിമെൻറ്റിൻ്റെ ബാഗ് 50, 374 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ ചെയ്യുമ്പോൾ 7.48 ബാഗാണ് ഈ പൈൽ ക്യാപ്പ്, റെക്റ്റാങ്കുലർ പൈൽ ക്യാപ്പ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട സിമെൻറ്റ്. ഇനി നമ്മൾ ട്രപ്പിസോയിഡൽ പൈൽ ക്യാപ്പിൻ്റെ വോളിയമാണ് കാണുന്നത്. ട്രപ്പിസോയിഡൽ പൈൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് 3 പൈലിൻ്റെതായിരിക്കും. അത് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ അതിൻ്റെ വോളിയം കണ്ടിട്ട് ട്രപ്പിസോയിഡലിൻ്റെ അത് മൈനസ് ചെയ്യാം. അതായത് ഫുള്ള് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അതിൽ നിന്ന് ഈ ഭാഗവും മൈനസ് ചെയ്താൽ നമുക്ക് ട്രപ്പിസോയിഡലിൻ്റെ വോളിയം കിട്ടും. അതായത് ഈ റെക്റ്റാങ്കിൾ മൈനസ് ഈ ട്രയാങ്കിളും ചെയ്താൽ നമുക്ക് ട്രപ്പിസോയിഡലിൻ്റെ വോളിയം കിട്ടും. അപ്പം റെക്റ്റാങ്കിളിൻ്റെ വോളിയം കാണാൻ ഇക്വേഷന് അറിയാമല്ലോ, ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്. ഇവിടെ ലെങ്ത്ത് 3 മീറ്ററാണ്, വിഡ്ത്തും 3 മീറ്ററാണ്, ഇതിൻ്റെ ഹൈറ്റ് 1 മീറ്ററാണ്. അതേമാതിരി ഈ പോർഷൻ 1 മീറ്ററാണ്. ഇത് നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ ചെയ്യുമ്പം ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, വിഡ്ത്ത് 3 മീറ്റർ, ലെങ്ത്ത് 3 മീറ്റർ, 3 ഇൻറ്റു 3 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് 9 മീറ്റർ ക്യൂബ് കിട്ടും. അടുത്ത നമുക്ക് ട്രയാങ്കിളിൻ്റെ വോളിയം കാണാനാണ്. ട്രയാങ്കിളിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷന് 1/2 ഇൻറ്റു ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ടോട്ടലായി ചെയ്യുമ്പം അതിൻ്റെ ലെങ്ത്ത് 3 മീറ്ററാണ്. ആ 3 മീറ്ററിന് ഈ പോർഷൻ 1 മീറ്ററാണ്. അത് മൈനസ് ചെയ്താൽ ബാക്കി 2 മീറ്റർ. ആ 2 മീറ്റർ രണ്ട് സൈഡിലാകുമ്പോൾ ഒരു സൈഡ് 1 മീറ്റർ, മറ്റേ സൈഡ് 2 മീറ്റർ, 1 മീറ്റർ. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വിഡ്ത്ത് 3 മീറ്ററാണ്. അതിൽ നിന്ന് 1 മീറ്റർ മൈനസ് ചെയ്താൽ നമുക്കതിൻ്റെ വിഡ്ത്ത് കിട്ടും, അതായത് 2 മീറ്റർ. പിന്നെ അതിൻ്റെ ഹൈറ്റ് 1 മീറ്ററാണ്. അങ്ങനെ അത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വോളിയം കിട്ടും. 1 മീറ്റർ ക്യൂബാണ് ആ ട്രയാങ്കിളിൻ്റെ വോളിയം. അത് ഒരു ട്രയാങ്കിളിൻ്റെ വോളിയം 1 മീറ്റർ. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെത് 2 മീറ്റർ ക്യൂബാണ് അതിൻ്റെ വോളിയം. അപ്പം നമുക്ക് കിട്ടിയ റെക്റ്റാങ്കിളിൻ്റെ 9 മീറ്റർ ക്യൂബിൽ നിന്ന് 2 മീറ്റർ ക്യൂബ് മൈനസ് ചെയ്താൽ ഈ ട്രപ്പിസോയിഡിൻ്റെ വോളിയം കിട്ടും നമുക്ക് 7 മീറ്റർ.
ഇനി നമുക്ക് സിമൻറ്റ് ബാഗ് കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. 7 × 1.54 ചെയ്താൽ അതിൻ്റെ മീറ്റർ ക്യൂബ് കിട്ടും. 10.78 മീറ്റർ ക്യൂബാണ്. അതിൽ നിന്ന് M50 ഗ്രേഡിലേക്ക് ചെയ്യുമ്പം 0.14 × 10.78 അങ്ങനെ ചെയ്താൽ നമുക്ക് 1.50 മീറ്റർ ക്യൂബ് കിട്ടും. പിന്നെ സിമൻറ്റ് കെ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1.50 × 1440 അതതിൻ്റെ ഡെൻസിറ്റിയാണ്. അത് ചെയ്താൽ നമുക്ക് 2173 kg കിട്ടും. അതുകൊണ്ട് ഒരു സിമൻറ്റിൻ്റെ ബാഗുമായിട്ട് കൺവേർട്ട് ചെയ്താൽ 50 kg കൺവേർട്ട് ചെയ്താൽ 43.46 ബാഗ് സിമൻറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ഈ ട്രപ്പിസോയിഡൽ പൈൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള സിമൻറ്റ് ബാഗിൻ്റെ നമ്പറാണിത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ആഴ്ച പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.